ഹായ് ഹലോ വെൽക്കം ബാക്ക് അജൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് പരിചയപ്പെടുത്തുന്നത്. വിരുന്നുകാരൊക്കെ വന്നാൽ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് ഇത് തയ്യാറാക്കാം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ പഴുത്ത നേന്ത്രപ്പഴമാണ്. ഇതിപ്പോൾ ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ചെയ്തെടുക്കുന്നത്, അതിനെ കൊണ്ടാണ് കേട്ടോ ഒന്നെടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ്. അതേപോലെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഒന്നിച്ചിട്ടേക്കുന്നതാണ്. അല്പം ഏലക്ക പൊടിച്ചതും ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഈ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. മിക്സിയിലൊന്നും ഇട്ടിട്ട് വല്ലാണ്ട് അങ്ങോട്ട് പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സ്നാക്കിന് അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ആ ഒരു നേന്ത്രപ്പഴം ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അതാണ് ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ്. അപ്പം ഞാനത് കത്തി വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഉടച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഇത് ഈ ഒരു പരുവത്തിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചേക്കുന്ന തേങ്ങ ചിരകിയത് കംപ്ലീറ്റും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു തേങ്ങയുടെ അളവ് കുറച്ച് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ. ഇപ്പം ഞാനിത് കംപ്ലീറ്റും ഇതിലോട്ട് ചേർത്ത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഏലക്ക പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ എടുത്തു വെച്ചേക്കുന്ന മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും മിക്സ് കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതും കംപ്ലീറ്റ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് മൊത്തത്തിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. വല്ലാണ്ട് അങ്ങോട്ട് ടൈറ്റും അല്ല, വല്ലാണ്ട് അങ്ങോട്ട് ലൂസും അല്ല എന്നൊരു പരുവത്തിന്. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, ഓൺ ദി സ്പോട്ടിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം. ഇതിങ്ങനെ കുറച്ചൊന്ന് എന്താ പറയുക ടൈറ്റ് ആയതിനെ കൊണ്ടാണ് കേട്ടോ ഈ സ്പൂണിൽ നിന്ന് വിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂണും കൂടി ഉപയോഗിച്ചിട്ട് ഒന്ന് തള്ളിയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഞാനിപ്പോൾ ചെറിയ രീതിയിലാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറിൻ്റെ ആവശ്യം തന്നെയായിട്ടുള്ളത്. ഇപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്, എന്നാൽ ടേസ്റ്റ് ആണെങ്കിലും അപാരമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വേഗത്തിൽ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ബ്രൗൺ കളർ ആവണം. അങ്ങനെയാകുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കാവുള്ളൂ. അതിനെക്കൊണ്ടാണ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പറഞ്ഞത്. ആദ്യം തന്നെ ഹൈ ഫ്ലെയിം ഇട്ടിട്ട് മൊരിയിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊന്നും അങ്ങനെ കുക്കായി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കളറിൻ്റെ ആവശ്യമുള്ളൂ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കാം. ഞാനിത് മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, പുറം ഭാഗം നന്നായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ആ ഒരു നേന്ത്രപ്പഴം ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ഒരു ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതായത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നല്ല റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹജൂസ് കിച്ചൻ സൈനിങ് ഓഫ്.